നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫ്ലാറ്റിൻ്റെ 5th മൊഡ്യൂളാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും പറയുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റനെ പറ്റിയിട്ടാണ്. പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റയുടെ ഒരു എക്സ്റ്റൻഷനാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഈ പുഷ് ഡൗൺ ഓട്ടോമാറ്റയ്ക്കകത്ത് മെയിനായിട്ട് നമ്മൾ 3 ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുന്നത്. ആ 3 ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്, പോപ്പ്, നോ ചേഞ്ച്. നമ്മളൊരു സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ PD പെർഫോം ചെയ്യുന്നത്. ആ സ്റ്റാക്കിനകത്തോട്ടാണ് നമ്മൾ ഈ 3 ഓപ്പറേഷൻസും ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് 5 ടപ്പിളാണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന PDA അല്ലെങ്കിൽ പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്ന് പറയുന്നത് 7 ടപ്പിളാണ്. ഈ 7 ടപ്പിൾസിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ Q, സിഗ്മ, ടോ, ഡെൽറ്റ, Q0, Z0 ആൻഡ് F. ഈ ഏതാണ് 7 ടപ്പിൾസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓരോ ടപ്പിൾസും നമുക്ക് ഡിഫൈൻ ചെയ്തിന് നോക്കാം. ടോ എന്ന് പറയുന്നത് സ്റ്റാക്ക് ആൽഫബറ്റാണ്. Z0 എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന സിമ്പലാണ്. അതായത് ഇപ്പം സ്റ്റാർട്ടിങ് സിമ്പൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒരു സ്റ്റാക്കിനകത്തോട്ട് നമ്മളിപ്പോൾ എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫസ്റ്റിലെ ആ സ്റ്റാക്കിനകത്ത് ഇരിക്കുന്നതാണ് Z0 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് Q ആണ്. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് Q കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നുള്ളത് സിഗ്മയാണ്. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ആൽഫബറ്റാണ്. ഡെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫങ്ഷനാണ്. പിന്നെ Q0 ഇനിഷ്യൽ സ്റ്റേറ്റും F ഫൈനൽ സ്റ്റേറ്റും കൂടിയാണ്. നമ്മളിപ്പോൾ നോക്കിയത് 7 ടപ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. ഇനി നമ്മൾ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് എഴുതുന്നതെന്നാണ് നോക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന രീതിക്കാണ് ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റ നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് നമ്മൾ എഴുതുന്ന ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽ ഓഫ് Q0 AX ഈക്വൽ ടു ഡെൽ ഓഫ് Q0 ന്യൂ. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു ആൽഫബറ്റ് ഉണ്ടല്ലോ, അതാണ് A. X എന്ന് പറയുന്നത് സ്റ്റാക്ക് ടോപ്പുമാണ്. Q0 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ന്യൂ സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം സ്റ്റേറ്റ് ആവാം. പിന്നെ ഈ ന്യൂ എന്ന് പറയുന്നതിന് 3 വാല്യൂസ് ഉണ്ട്. ഈ 3 വാല്യൂസ് വെച്ചിട്ട് നമുക്കതിനെ ഏത് ഓപ്പറേഷനാണ് നമ്മളവിടെ പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ പറ്റും. അപ്പം ന്യൂ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ഓപ്പറേഷനാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കകത്ത് ചെയ്യുന്നതെന്ന്. ന്യൂവിൻ്റെ വാല്യൂ എഫ്സലോൺ ആണെങ്കിൽ നമ്മളവിടെ ചെയ്യുന്നത് പോപ്പ് ഓപ്പറേഷനാണ്. അപ്പോൾ ആ പോപ്പ് ഓപ്പറേഷൻ വരുന്ന സമയത്ത് നമ്മളിവിടെ Q0 ന്യൂ എന്നുള്ളിടത്ത് Q0 എഫ്സലോൺ എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പം എഫ്സലോൺ വന്നു കഴിഞ്ഞാൽ പോപ്പ് ഓപ്പറേഷൻ ആയിരിക്കും. പിന്നെ ന്യൂവിൻ്റെ സ്ഥാനത്ത് X, അതായത് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ടായിട്ട് നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന സെയിം ആൽഫബറ്റ് തന്നെയാണ് ന്യൂവിന് വരുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? നോ ചേഞ്ച് ഓപ്പറേഷനാണ്. അവിടെ ഒരു ഓപ്പറേഷനും വരുന്നില്ല, ഒരു ചേഞ്ചും വരാതെ അവിടെ തന്നെ അതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഇൻപുട്ട് പോപ്പോ പുഷോ ഒന്നും ആവാതെ നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള അതേ സംഭവം തന്നെ ടോപ്പ് തന്നെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ന്യൂവിൻ്റെ വാല്യൂ YZ ആവുകയാണെങ്കിൽ പുഷ് ഓപ്പറേഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ഇപ്പോൾ Y എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റ്. Z എന്ന് പറയുന്നതാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന എലമെൻറ്റ്. അപ്പം നമ്മൾ അങ്ങോട്ട് ന്യൂവിൻ്റെ വാല്യൂ Q0 YZ വരുമ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസഡിൻ്റെ മുകളിൽ നമ്മൾ Yനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പുഷ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ന്യൂവിൻ്റെ വാല്യൂ വെച്ച് എങ്ങനെയാണ് ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യുന്നതെന്നാണ്. ന്യൂവിൻ്റെ വാല്യൂ എഫ്സലോൺ ആണെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ, ന്യൂവിൻ്റെ വാല്യൂ X ആണെങ്കിൽ നോ ചേഞ്ച് ഓപ്പറേഷൻ, ന്യൂവിൻ്റെ വാല്യൂ YZ ആണെങ്കിൽ പുഷ് ഓപ്പറേഷൻ. ഇനി നമുക്ക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ PDA ദാറ്റ് അക്സെപ്റ്റ് ദ ലാംഗ്വേജ് L ഈക്വൽ ടു 0⁻n 1⁻n where n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്കൊരു ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. ആ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന PDA കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ വേണ്ടത് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0⁻n 1⁻n ആണ് ഉള്ളത്. അതിനകത്ത് എന്നിൻ്റെ വാല്യൂ 1 1ൽ കൂടുതലോ ആവാം. അപ്പം നമ്മൾ ഫസ്റ്റിലെ എന്നിൻ്റെ വാല്യൂ 1 ആവുമ്പോഴത്തേക്ക് 0⁻1 1⁻1 അപ്പോഴത്തേക്ക് 0 1 എന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്ട്രിങ്.
രണ്ടാമത് എന്നിൻ്റെ വാല്യൂ 2 ആവുന്ന കേസിൽ 0 to 2 1 to 2 അതായത് 0 0 1 1 ആവും. എന്നിൻ്റെ വാല്യൂ അതേപോലെ തന്നെ 3 ആവുമ്പോഴത്തേക്ക് 0 to 3 1 to 3. അപ്പോഴത്തേക്ക് നമ്മുടെ ലാംഗ്വേജ് ഇങ്ങനെ വരും 0 1 0 0 1 1 0 0 0 1 1 1 എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവും. പിന്നെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഫൈനൈറ്റ് പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ ആ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഡെൽ ഓഫ് Q0 AX ഈക്വൽ ടു Q0 ന്യൂ. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി നമ്മുടെ സ്റ്റാക്കിനകത്തോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മളിപ്പം എഴുതിയിരിക്കുന്ന ലാംഗ്വേജിനകത്തുനിന്ന് ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യണം, നമുക്ക് പോപ്പ് ചെയ്യാനും പുഷ് ചെയ്യാനും വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് തേർഡ് സ്ട്രിങ് ആയിട്ടുള്ള 0 0 0 1 1 1 ഈ ഒരു സ്ട്രിങ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഫസ്റ്റിലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഒരു സ്റ്റാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനകത്തൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റിലെ അതിനകത്ത് ഇരിക്കുന്നത് Z0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് Z0 അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് അല്ല, സ്റ്റാർട്ടിങ് സിമ്പിൾ Z0 അവിടെ ഉണ്ട്. അപ്പം നമ്മൾ Q0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് Q0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുത്തിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ Q1 Q2 വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ആ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് Q0 കൊടുത്തിരിക്കുകയാണ്. Q0 കൊടുത്തേക്കുന്നു. അതിനകത്ത് ഞാൻ ഇൻപുട്ടായിട്ട് ആ സ്ട്രിങ്, ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 0 കൊടുക്കുന്നു. 0യ്ക്ക് ശേഷം ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇപ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന Z0 ആണ്. അപ്പം ഞാൻ ഡെൽ ഓഫ് Q0 0 Z0 കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? സ്റ്റേറ്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല, കാരണം ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ പുഷ് ചെയ്യുവാണ്. അപ്പം സ്റ്റേറ്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പോഴത്തേക്ക് Q0 0 Z0 വരും. അതായത് Z0യുടെ മുകളിൽ നമ്മൾ 0നെ കൊണ്ട് വെച്ചു. അപ്പം അവിടെ എന്ത് വരും? 0 Z0. അവിടെ പുഷ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ 0 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ രണ്ടാമത്തെ 0 ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഡെൽ ഓഫ് Q0 0, നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള എലമെൻറ്റ് 0. അതിനുശേഷം ഇപ്പം കറണ്ടായിട്ട് സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ആ 0 അതിനുശേഷം കൊടുക്കും. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും? Q0 0 0. അതായത് ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇരുന്ന 0ൻ്റെ മുകളിൽ മറ്റൊരു 0 വന്ന്, അപ്പം Q0 0 0 നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളതും ഒരു 0 ആണ്. അപ്പോൾ നമ്മൾ 3 0 ഇൻസേർട്ട് ചെയ്യുകയും 3 1 നമ്മൾ ആ ഇൻസേർട്ട് ചെയ്ത സാധനം പുറത്ത് പോപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അടുത്തതായിട്ട് വീണ്ടും ഒരു 0 ഇൻസേർട്ട് ചെയ്യുന്നു. ഇക്വേഷൻ സെയിം ആയിട്ട് തന്നെ വരും. ഡെൽ ഓഫ് Q0 0 0 ഈക്വൽ ടു Q0 0 0. അപ്പം നമ്മൾ 3 0യും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രിങ്, ലാംഗ്വേജിനകത്ത് നിന്ന് കൺസിഡർ ചെയ്യുന്നൊരു സ്ട്രിങ് വെച്ചിട്ട് നമ്മൾ പുഷ് ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം നമുക്ക് പോപ്പ് ചെയ്ത്, അതായത് ആ സ്ട്രിങ് തീരുന്നതിന് മുന്നേ തന്നെ പോപ്പ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണം. റിമൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജിനെയാണ് നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3 0 ഇൻസേർട്ട് ചെയ്തേക്കുവാണ്, അതായത് പുഷ് ചെയ്തിരിക്കുവാണ്. ഇനി നമ്മൾ ആ 3 1 ഉണ്ടല്ലോ ബാലൻസ്, ആ 3 1 യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ്സ് പോപ്പ് ചെയ്ത് മാറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? Q0 1 0 ഈക്വൽ ടു, അതായത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ മാറുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. Q0 എന്ന് പറഞ്ഞിരുന്ന സ്റ്റേറ്റ് എന്താവും? Q1 ആവും. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് Q1 ആവും. അതിനുശേഷം നമ്മൾ എഫ്സലോൺ കൊടുക്കും. നമ്മൾ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതാണ്, ന്യൂവിൻ്റെ വാല്യൂ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ്സലോൺ ആക്കി കൊടുക്കും. അപ്പം നമ്മൾ എഫ്സലോൺ കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലിരുന്ന 0 പോപ്പ് ചെയ്ത് പോവും. ബാലൻസ് അവിടെ Z0യും 2 0യും മാത്രമായിട്ട് അവശേഷിക്കും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡെൽ ഓഫ് Q1 1 0 ഈക്വൽ ടു, അതായത് അടുത്ത 1 യൂസ് ചെയ്തിട്ട് നമുക്ക് 0നെ വീണ്ടും പോപ്പ് ചെയ്യണം. നമ്മൾ ഒരു ഓപ്പറേഷൻ
നിന്ന് മറ്റൊരു ഓപ്പറേഷനിലോട്ട് പോകുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ് സംഭവത്തിൽ മാത്രമേ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇപ്പം പുഷ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ തവണ പുഷ് ചെയ്യുമ്പോഴും സ്റ്റേറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത് നിർത്തി പോപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തി വേറൊരു ഓപ്പറേഷൻ ഒന്നെങ്കിൽ നോ ചേഞ്ചോ അല്ലെങ്കിൽ പുഷോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അടുത്തതായിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പം രണ്ടാമത് 1 യൂസ് ചെയ്ത് പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യേണ്ട. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, del of Q110 ഈക്വൽ ടു Q1 എപ്സിലോൺ. അപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, അടുത്ത 1 യൂസ് വെച്ചിട്ട് രണ്ടാമതിരുന്ന ആ ഒരു 0യും നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം അടുത്ത 0യും നമ്മൾ വീണ്ടും ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പോപ്പ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇൻസേർട്ട് ചെയ്ത 1 നമ്മൾ ഇൻസേർട്ട് ചെയ്ത, അതായത് നമ്മൾ പുഷ് ചെയ്ത 0 എല്ലാം 1 യൂസ് ചെയ്തിട്ട് നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റി. ഇനി സ്റ്റാക്കിലുള്ളത് Z0 ആണ്. ആ Z0നെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ കൊടുക്കുന്നു, അതായത് എപ്സിലോൺ. നമ്മുടെ സ്ട്രിങ്ങിനകത്ത് കറൻ്റ്ലി 3 0യും 3 1ഉം മാത്രമേ ഉള്ളൂ. Z0 റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരെണ്ണമാണ് എപ്സിലോൺ. നമ്മൾ ആ സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്ത് സ്ട്രിങ്ങിൽ വരുന്ന എലമെൻറ്റ്സ് ഒഴിച്ച് Z0 റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് കയ്യിൽ നിന്ന് എപ്സിലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, del of Q1 എപ്സിലോൺ. നമ്മൾ എപ്സിലോൺ ഇൻപുട്ട് കൊടുക്കുന്നു, Z0 അത് ഈക്വൽ ടു Q2 എപ്സിലോൺ. അതായത് നമ്മൾ ആ Z0 എന്ന് പറയുന്നത് ലാസ്റ്റ്, അതായത് എൻഡ് ആയിട്ട് കിടക്കുന്ന ആൽഫബറ്റ് അല്ലേ, അതിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. പുഷ് ഓപ്പറേഷൻ അവിടെ പോപ്പ് ഓപ്പറേഷൻ ആണെങ്കിലും ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്റ്റേറ്റ് വീണ്ടും ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് Q2 എപ്സിലോൺ ആവും. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആവും. അതിനർത്ഥം എന്താണ്, therefore ലാംഗ്വേജ് ഈസ് അക്സെപ്റ്റഡ്. അതായത് നമ്മൾ കൊടുത്ത ലാംഗ്വേജ്, ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലാംഗ്വേജ് അക്സെപ്റ്റ് ആവും. പുഷ് ഡൗൺ ഓട്ടോമാറ്റ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് നമ്മൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റ ചെയ്യുന്നത്. ഈ പുഷ് ഡൗൺ ഓട്ടോമാറ്റയ്ക്ക് മെയിനായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എല്ലാവരും ചെയ്തു നോക്കണം. പിന്നെ ഈ പുഷ് ഡൗൺ ഓട്ടോമാറ്റ ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ആവുമെന്ന് വരെ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഇത് ലാംഗ്വേജ് അക്സെപ്റ്റ് ആവുമെന്ന് മാത്രമല്ല, ഇനി അതിൻ്റെ ഫിഗർ നമ്മൾ വരയ്ക്കണം. ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ del of Q0 0 Z0. നമ്മൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിന് 0 ഇൻപുട്ട് കൊടുക്കുമ്പം എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും, 0 Z0 കിട്ടും. അതിനെ നമ്മളിതാ ഇങ്ങനെ കൊടുക്കണം. Q0ക്ക് 0 കൊടുക്കുമ്പം കണ്ടോ, ഈ സെൽഫ് ലൂപ്പ് Q0ക്ക് 0 കൊടുക്കുമ്പം എന്താണ് Z0 ചേഞ്ച് ചെയ്ത് 0 Z0 ആവും, പുഷാവും. അപ്പം നമ്മൾ സെൽഫ് ലൂപ്പ് കൊടുക്കുക. സ്റ്റേറ്റ് ചേഞ്ച് ആവാത്തതുകൊണ്ടാണ് സെൽഫ് ലൂപ്പ് കൊടുക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ്, del of Q0 0 0 ഈക്വൽ ടു Q0 0 0. അതായത് Q0ക്ക് 0 കൊടുക്കുമ്പം 0 ടോപ്പിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 0 കൊടുക്കുമ്പം നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ 0 0 ആവും. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, 0, 0 tends to 0 0 എന്ന് പറഞ്ഞ് വരും. നമ്മുടെ അടുത്ത ഇക്വേഷനും സെയിം ആണ്, 0, 0 tends to 0 0. അതുകൊണ്ട് ഒരു തവണ നമ്മളത് എഴുതിയാൽ മതി. അതിനുശേഷം നമ്മൾ പുഷ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി പോപ്പ് ഓപ്പറേഷൻ ആണ്. പോപ്പ് ഓപ്പറേഷൻ വരുമ്പം del of Q0 1 0 ഈക്വൽ ടു Q1 എപ്സിലോൺ. അപ്പം നമ്മൾ പോപ്പ് ആയതുകൊണ്ട് പുതിയൊരു സ്റ്റേറ്റിലോട്ടാണ് അത് കൊടുക്കുന്നത്. 1 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് 0 എപ്സിലോൺ ആവും, 0 tends to എപ്സിലോൺ, അതായത് പോപ്പ് ആവും മുകളിൽ ഇരിക്കുന്ന 0. അതാണ് 1, 0 tends to എപ്സിലോൺ കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റേറ്റ് ചേഞ്ച് ആയതിനു ശേഷം വീണ്ടും നമ്മൾ പോപ്പ് ചെയ്യുമ്പം പോപ്പ് ചെയ്യുന്നത് കാണിക്കാനാണ് സെൽഫ് ലൂപ്പ് കൊടുത്തിട്ട്, ബാലൻസ് ഉള്ള സംഭവം പോപ്പ് ചെയ്യുന്നതിനാണ് സെൽഫ് ലൂപ്പ് കൊടുത്തിട്ട് 1, 0 tends to എപ്സിലോൺ എന്നും പറഞ്ഞ് നമ്മൾ അവിടെയും കൊടുക്കുന്നത്. അതിനുശേഷം ലാസ്റ്റത്തെ Z0 എന്ന് പറയുന്ന സ്റ്റാക്ക് ടോപ്പിലിരുന്ന സംഭവം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്സിലോൺ കൊടുക്കും. എപ്സിലോൺ കൊടുക്കുമ്പോൾ പുതിയ സ്റ്റേറ്റ് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് Q1 ചേഞ്ച് ചെയ്യും, എങ്ങോട്ട്, Q2ലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോഴത്തേക്ക് അവിടെ കൊടുക്കേണ്ടത് ഏതാണ്, എപ്സിലോൺ, Z0 tends to എപ്സിലോൺ. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം ഇതേപോലെ വരും.
ഇതേപോലെയാണ് നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം വരുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഇതേപോലെ പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ 7 ടപ്പിളിനകത്ത് എഴുതുന്ന സമയത്ത് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, Q0, Q1, Q2. അതവിടെ കൊടുക്കും. പിന്നെ എപ്സിലോൺ വരുന്നത് ഏതൊക്കെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്? 0യും 1ഉം. പിന്നെ Z0യും 0യും ആണ് ടോയ്ക്കകത്ത് വരുന്നത്. പിന്നെ ബാലൻസ് Q0, Z0, Q2. അപ്പം നമ്മുടെ പ്രോബ്ലം പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ പ്രോബ്ലം ഇതേപോലെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസൈൻ എ PDA ദാറ്റ് അക്സെപ്റ്റ് എ ലാംഗ്വേജ് A⁻n, B⁻m, C⁻n where n greater than or equal to 1 and m greater than or equal to 1. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് A⁻n ഉണ്ട്, C⁻n ഉണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് A ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് C ആണ്. അപ്പോഴത്തേക്ക് A നമുക്ക് പുഷും ചെയ്യാം, C നമുക്ക് പോപ്പും ചെയ്യാം. പക്ഷേ B⁻m എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് ഡിഫർ ചെയ്ത് വരാം. അതുകൊണ്ട് നമ്മൾ ബിക്ക് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം എന്താണ്, ആ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോ ചേഞ്ച് ഓപ്പറേഷനായിട്ട് കൊടുക്കണം. അതായത് ഒരു ചേഞ്ചും വരാത്ത ഓപ്പറേഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബിയുടെ ഓപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിയുടേത് വെച്ച് പോപ്പ് ചെയ്ത് മാറ്റും. അതായത് ഇപ്പോൾ ഞാൻ A, B, C ആണ് എടുക്കുന്നതെങ്കിൽ A ഞാൻ പുഷ് ചെയ്യും. രണ്ട് ബി കിടക്കുന്നില്ലേ, ആ 2 ബിക്കും ഞാൻ എന്താ ചെയ്യുക, നോ ചേഞ്ച് ഓപ്പറേഷൻ കൊടുക്കും. എന്നിട്ട് സി ഞാൻ പോപ്പ് ചെയ്ത് കളയും. അതിനുശേഷം എപ്സിലോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, ലാസ്റ്റത്തെ Z0യും റിമൂവ് ചെയ്യും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് വരുമ്പോഴത്തേക്ക് ഡിസൈൻ PDA ദാറ്റ് ആക്സെപ്റ്റ് ദ ലാംഗ്വേജ് L ഈക്വൽ ടു A⁻n, B⁻2n where n greater than or equal to 1 by final state. ഇവിടെ കണ്ടോ ബൈ ഫൈനൽ സ്റ്റേറ്റ്. ഈ ബൈ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Z0 റിമൂവ് ആക്കണമെന്നില്ല. ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ആക്കിയെന്ന് വെച്ചും കുഴപ്പമില്ല, ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പം A ഇൻസേർട്ട് ചെയ്യുന്ന എല്ലാ Aയും പോപ്പ് ചെയ്ത് കളഞ്ഞ് Z0 പോപ്പ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ആൻസർ കറക്റ്റാണ്. പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇതാ നോക്കിയേ, A⁻n B⁻2n ആണ്. അപ്പോഴത്തേക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഒരു A ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് 2 B ആണ് വരുന്നത്. അതായത് ഒരു Aക്ക് 2 B ആണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു A ഇൻസേർട്ട് ചെയ്യും. അതായത് ഇപ്പം ഞാൻ 2 Aയും 4 Bയും ആണ് എൻ്റെ സ്ട്രിങ് എന്ന് വെച്ചോ. ആദ്യത്തെ 2 A ഞാൻ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം ഒരു ബി ഞാൻ എന്താ ചെയ്യുക, ഒരു ബി വെച്ചിട്ട് ഞാൻ പോപ്പ് ചെയ്യും. ഒരു ബിക്ക് ഞാൻ നോ ചേഞ്ച് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു ബി വെച്ചിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഒരു ബി ഞാൻ പോപ്പ് ചെയ്യും. ഒരു ബി ഞാൻ പോപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ബിക്ക് ഞാൻ നോ ചേഞ്ച് കൊടുക്കും. അതായത് നോ ചേഞ്ചും പോപ്പും ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് റിമൂവ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഞാൻ റിമൂവ് ചെയ്യുന്നത്. സ്റ്റാക്കിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം ഞാൻ അത് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും.